വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കളറ് പോരാ അല്ലെങ്കിൽ നിറം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് കേസുകൾ ഇപ്പൊ നമ്മൾ കണ്ടതാണ്. അതിന്റെ പേരിൽ പല ആളുകളും ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സത്യം തുറന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. ഇത് ഇനി ആർക്ക് ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, കാരണം നമ്മുടെ ക്ലിനിക്കിലടക്കം ആ വിവാഹം കഴിഞ്ഞിട്ട് സാറേ ഞാൻ കണ്ട പെണ്ണല്ല ഇത്, എനിക്ക് വല്ലാത്ത ടെൻഷൻ ആകുന്നു എന്ന് പറഞ്ഞ് പല ആളുകളും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? മിക്ക വീട്ടിലും ഇപ്പൊ ബ്യൂട്ടി പാർലറാണ്. ഓരോ വീട്ടിലും ബ്യൂട്ടി പാർലറാണ്, ഓരോ ബാഗിലും ബ്യൂട്ടി പാർലറാണ്. അപ്പോ ഇതിന്റെ പേരിൽ തന്നെ കുറെ പാവപ്പെട്ട പയ്യന്മാര് പെട്ടുകിടക്കുന്നുണ്ട്. പറയുമ്പോ ഒക്കെ പറയണം, അല്ലാതെ ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ ജീവനിട്ട് അമ്മാനാടുകയാണ്, അതാണ് ഇതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുമ്പോ ഒക്കെ പറയണം. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ മിക്ക കുട്ടികളും ശരിയായിട്ടുള്ള ഒരു കോലത്തോട് കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു പുരുഷന്റെ മുന്നിൽ വന്ന് നിൽക്കണില്ല. ഇതൊന്നും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം ഇന്ന് മിക്ക വീട്ടിലും ബ്യൂട്ടി പാർലറാണ്, ബാഗിലും ബ്യൂട്ടി പാർലറാണ്. അപ്പൊ വീട്ടിലേക്ക് ഒരു പയ്യൻ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത്, വിവാഹം ആഗ്രഹിച്ചു വരുന്ന തന്റെ പാർട്ട്ണറെ ഇണയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് കുറെ അവിടെ ചോപ്പിച്ച് ഇവിടെ ചോപ്പിച്ച് അവിടെ പൊട്ടിട്ട് ഇവിടെ പൊട്ടിട്ട് പലപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റൂല. അത്രയും വിദഗ്ധമായിട്ടാണ് പല ആളുകളും മേക്കപ്പ് ഇടുന്നത്. അപ്പൊ ഇവന്റെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കുട്ടിയെ കാണുകയാണ്. അപ്പോ കളർ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് സൗന്ദര്യം കൊണ്ടാണെങ്കിലും, അപ്പൊ ഇതാണ് എന്റെ ഭാര്യ എന്ന് ഉറപ്പിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുന്ന ഒരു 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 കാഴ്ച അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പക്ഷെ പിന്നീട് വേറെ എന്ത് സമയത്താണെങ്കിലും കാണുമ്പോൾ ഈ മേക്കപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കറങ്ങാൻ പോകുന്ന സമയത്തും ഇതേ രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ശരിയായിട്ടുള്ള മുഖമോ കളറോ കാണിക്കാതെയാണ് ഈ കുട്ടികൾ വരുന്നത്. പിന്നെ കല്യാണത്തിനാണെങ്കിലോ പറയും വേണ്ട, വാടകയ്ക്ക് ആളെ കൊടുത്തിട്ട് അടിച്ച് കയറ്റില്ല പെയിന്റ്. അപ്പോഴും ഈ കുട്ടീനെ ശരിയായിട്ട് ഈ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചെക്കന്മാർക്ക് മനസ്സിലാവില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അവരൊന്ന് നന്നായിട്ട് അടുത്ത ഇടവേളയ്ക്ക് നേരം വെളുത്തിട്ട് അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ നോക്കുമ്പോഴാണ് ഇതാണോ പടച്ചോൻ എന്റെ പെണ്ണെന്ന് മനസ്സിലാവുന്നത്. ഇത് ഞാൻ തമാശക്ക് പറയല്ല. കാരണം മേക്കപ്പ് ഇട്ട ഒരാളെയും മേക്കപ്പ് ഇടാത്ത ഒരാളെയും നമുക്ക് ഒരുപാട് വ്യത്യസ്തത തോന്നും. ഒരുപാട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും പല സീനിൽ കാണിക്കാറുണ്ട് പിന്നെ മേക്കപ്പിന്റെ മുമ്പുള്ള രംഗം, മേക്കപ്പിന് ശേഷമുള്ള രംഗം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോ, കാരണം അങ്ങനെ ചുണ്ടൊക്കെ ചോത്തിട്ടും കവളൊക്കെ ചോത്തിട്ടും ഭയങ്കര മനോഹരമായിട്ടുള്ള മിഴികളാലൊക്കെ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഇടയാണ് അവൻ പെണ്ണ് കാണാൻ വേണ്ടി ചെന്നപ്പോ കണ്ടതും ഇഷ്ടപ്പെട്ടതും. പക്ഷെ വീട്ടിലെത്തി കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടി നല്ലപോലെ ഒന്ന് കുളിച്ച് സോപ്പൊക്കെ തേച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ബെഡ്റൂമിൽ നിൽക്കുമ്പോഴാണ് ഇവരെ ആകെ ഞെട്ടിത്തെറിക്കുന്നത്. ഞാൻ വീട് മാറി വന്നോ, റൂം മാറി വന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്യസ്ത്രീന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്ന അവസ്ഥ. അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ അതൊരു ചതിയാണ്. അത് ചതിയല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ വീഡിയോക്ക് പിറകിൽ പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണാന് എന്ന് പറഞ്ഞാൽ കണ്ടതിന് ശേഷമാണല്ലോ ഈ അറേഞ്ച് മാരേജ് ഒക്കെ. ലവ് മാരേജ് പിന്നെ എന്തായാലും കുഴപ്പമില്ല, അവരാകെ തലക്ക് പിരാന്തിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മേക്കപ്പ് ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിൽ എന്തും അംഗീകരിക്കാൻ പലപ്പോഴും അവർ തയ്യാറാണ്. പക്ഷെ ഒരു അറേഞ്ച്ഡ് മാരേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ പിന്നെ പാർട്ട്ണറായിട്ട് ഒരാൾ സ്വീകരിക്കാൻ വരുമ്പോ, കാണാൻ വേണ്ടി വരുമ്പോ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചതി പ്രവർത്തിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ നാച്ചുറൽ ബ്യൂട്ടി കാണിച്ചു കൊടുക്കൂ. അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ ആ കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ കൊണ്ടുപോയിട്ട് ജീവിച്ചാൽ മതി. അതല്ലാതെ കൃത്രിമം കാണിച്ചിട്ട് പല രീതിയിൽ പല കളറുകളൊക്കെ വെച്ച് മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ട്, എന്റെ പൊന്നാരം മാണിക്കല്യാണം ഞാനാണെങ്കിലും ഏതൊരുത്തനാണെങ്കിലും അവരൊക്കെ അവരുടെ ലൈഫിൽ കുറെ പ്രതീക്ഷകളും അതുപോലെ തന്നെ കുറെ സ്വപ്നങ്ങളായിട്ട് കടന്നു വരികയാണ്. അത് ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾക്ക് തന്റെ ഭാര്യ നല്ല കളർ വേണം, അല്ലെങ്കിൽ ചില പിന്നെ ആളുകൾക്ക് തന്റെ ഭാര്യ ഇരുനിറം മതി. അങ്ങനെ പല താല്പര്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. ഇപ്പൊ എന്റെ പിന്നെ ക്ലിനിക്കിൽ ഒരു കുട്ടി ഏത് കല്യാണക്കാരും വന്നാലും ശരിയാവണില്ല, അവൾക്ക് ഇഷ്ടാവണില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഉമ്മ കൗൺസിലിങ്ങിന് കൊടുത്തപ്പോ അവളോട് ഞാൻ ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കുന്ന ചെക്കന് വി ഷേപ്പ് വേണം എന്നുള്ളതാ. വി ഷേപ്പ് അതായത് നല്ല ജിമ്മിനൊക്കെ പോയി മസിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിരിഞ്ഞ അവസാനം അടിക്ക് ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞതാണത്. അതേപോലെ താടി നന്നായി വളർത്തുന്ന പുരുഷനായിരിക്കണം, മുടി നന്നായി വളർത്തുന്ന പുരുഷനായിരിക്കണം, നല്ല മസിൽ. അങ്ങനെ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ആൺകുട്ടികൾക്കുണ്ട്.
അപ്പൊ ഇത് നിങ്ങൾ കൃത്രിമമായിട്ട് പല രീതിയിൽ പലതും മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ട് ഈ പാവപ്പെട്ട ചെക്കന്മാര് വീട്ടിൽ കാണാൻ വേണ്ടി വന്നിട്ട് അവര് വിചാരിക്കുകയാണ് എന്റെ ഭാര്യ ഇതേ ബ്യൂട്ടിയുള്ള ആളാണ്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവള് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളെ കെട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് നിങ്ങൾ തനി സ്വഭാവം അല്ലെങ്കിൽ തനി നിറം കാണുന്നത്. കാരണം വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോ ഈ കോലത്തിലാണ് ആകെ ബ്യൂട്ടി പാർലർ. ഇനി ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും ആ കോലത്തിൽ അണിഞ്ഞൊരുങ്ങിച്ചാ പോവുക. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്ന് ചുണ്ടൊക്കെ ചൊപ്പിച്ച് വീണ്ടും ആ രീതിയിലെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഇവർക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബത്തിലെത്തിയിട്ട് ഇപ്പൊ ഫസ്റ്റ് നൈറ്റിലാണെങ്കിലും ആകെ കോലം കെട്ടിയിട്ടാണല്ലോ വരിക. പിന്നെ പിറ്റത്തെ ദിവസം കാലത്തൊക്കെ എണീറ്റ് കുളിച്ചിട്ട് ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോഴാണ് ഇവനാകെ ഞെട്ടിപ്പോകുന്നത്. അതൊരു പക്ഷെ ഒരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കാം. കളർ ഈ കുറവാണ്, അങ്ങനെ എത്രയോ കേസ് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയല്ല നിന്നെ കണ്ടത്, ഇതല്ല ഞാൻ ആഗ്രഹിച്ച ഭാര്യ എന്ന് പറയുന്നോണ്ട് എന്താ തെറ്റ്? നിങ്ങൾ ചതിച്ചിട്ടല്ലേ? അപ്പൊ പലപ്പോഴും പല ആളുകളും പറയുമ്പോൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒരു പുരുഷനെ കൃത്രിമമായിട്ട് പ്രകൃതിപരമായിട്ടുള്ള നിങ്ങളുടെ സൗന്ദര്യം കാണിക്കാതെ കൃത്രിമമായിട്ട് സൗന്ദര്യം കാണിച്ചിട്ട് അവനിലേക്ക് ഇഷ്ടം നിങ്ങൾ സ്ഥാനം നേടുന്നുവെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കണേ. അങ്ങനെയുണ്ട്. അപ്പൊ കുറെയൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള കുറെ ചിന്താഗതികളാ. ഈ കല്യാണം കഴിച്ചവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നേരെ മറിച്ചിട്ട് കുടുംബത്തിലുള്ള മാമിക്കോ വല്യമ്മാക്കോ വല്യപ്പാക്കോ അതല്ലെങ്കിൽ മറ്റേ ജ്യേഷ്ഠന്റെ ഭാര്യ അവരൊക്കെയാണ് പറയുക അത് എനിക്ക് പറ്റിയ പെണ്ണല്ല, എനിക്ക് യോജിച്ചതല്ല. അങ്ങനെ കുറെ അലവലാതി ടീമുകൾ നല്ല ദാമ്പത്യത്തിലേക്ക് കയറി വന്നിട്ട് വെറുതെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ചെക്കനെ എക്കാശക്കാക്കുന്ന ആളുകളുണ്ട്. പെൺകുട്ടിയോടും പറയാൻ എനിക്ക് പറ്റിയ ചെക്കനല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് ചർച്ചയിലിടാം. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല കാഴ്ചയിലോ സംസാരത്തിലോ നടക്കുന്നതിലോ ഇരിക്കുന്നതിലോ. അതല്ലാതെ കുറച്ച് വിവാഹ ബന്ധങ്ങൾ വേർപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ടെൻഷനായിട്ട് കുറച്ച് മുന്നേ ഒരു പയ്യനെ കാണാവുന്നു, ഭയങ്കര ടെൻഷൻ. അപ്പൊ അവൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം കണ്ടപ്പോ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുകയാണ്, വല്ലാത്തൊരു അറപ്പ് തോന്നുകയാണ് സാറെ, പറ്റണില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു മുഖമല്ല കുട്ടിക്ക്, ആഗ്രഹിച്ച ഒരു കളറേ അല്ല, എനിക്ക് തീരെ ഇഷ്ടാവണില്ല. ഞാൻ എങ്ങനെ ഒരു ഇഷ്ടമല്ലാത്ത ഒരു ജീവനില്ലാത്ത ഒരു ബോഡിയിൽ തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ആവുള്ളൂ. എന്തിനാണ് പൊന്നുമക്കളെ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ടുപോയി നശിപ്പിക്കാൻ നിങ്ങൾ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നത്? നിങ്ങളങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് നടന്നോളി. കാണുന്നവർക്ക് രസം, നിങ്ങൾക്കും രസം. ഭയങ്കര ആത്മവിശ്വാസം, ചുണ്ടൊക്കെ ചോപ്പിച്ച് നടക്കുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാകും എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എല്ലാവരുടെയും ഇഷ്ടങ്ങളാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ഥിരമായിട്ട് ചുണ്ടിലൊക്കെ ലിപ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും പറയും സിനിമാ നടികൾ അല്ലെങ്കിൽ അവര് സെലിബ്രിറ്റികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് കെമിക്കൽ കുറഞ്ഞ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ചുണ്ടിലും മുഖത്തൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ കാട്ടറായി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് ചുണ്ടിൽ തേച്ചിട്ട് ആ ചായ മുള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ പിടിക്കപ്പെട്ട എത്രയോ കുട്ടികളുണ്ട്. ശരീരം മൊത്തം ചൊറി പിടിച്ച് വ്രണങ്ങളായ മക്കളുണ്ട്. അതുകൂടി പ്രിയപ്പെട്ട സഹോദരിമാരെന്ന് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ദീനും ഇസ്ലാമും മുഴുവൻ നോക്കിയിട്ടൊന്നുമല്ല ഇപ്പൊ ഈ പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വേഷം കെട്ടി ആടി ഒരുത്തന്റെ മുന്നിൽ നിന്നിട്ട് അത് ചതിയല്ലേ? നിങ്ങൾക്ക് എത്ര മുടിയുണ്ട്, എത്ര കളറുണ്ട്, എത്ര ചുണ്ടിൽ ചുവപ്പുണ്ട്, ആ ഒരു പ്രകൃതി നാച്ചുറൽ ബ്യൂട്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവനാവട്ടെ നിങ്ങളുടെ പാർട്ട്ണർ. അതല്ലാതെ അയാൾക്ക് മുന്നിൽ വേഷം കെട്ടിയിട്ട് അയാൾ അനാവശ്യ ചിന്തയിലേക്ക് കൊണ്ടുപോയി താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് നിങ്ങളുടെ യഥാർത്ഥ കോലം കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടാവില്ല. ഒന്ന്, അവളെന്നെ ചതിച്ചു എന്ന് അവന്റെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൻ എനിക്ക് വെച്ച് കെട്ടി എന്നുള്ളൊരു ഒരു വിഷമം പിടിച്ച ചിന്താഗതി ഉണ്ടായിരിക്കും. ഇതൊരു ദിവസത്തെ 2 ദിവസത്തെ ജീവിതം അല്ലല്ലോ. അപ്പൊ ഇത് ഞാൻ അങ്ങനെ തുറന്ന് പറയാൻ കാരണം സഹോദരിമാരെ എതിർക്കുകയോ അവരോട് തർക്കിക്കുകയോ അല്ല. പൂർണ്ണമായിട്ട് എല്ലാ കാര്യത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പിന്തുണക്കുന്ന അതേ ഒരവസ്ഥയിൽ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്തി അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഉണ്ട്. ഒരുപാട് വിഷയം നമ്മുടെ ക്ലിനിക്കിൽ വന്ന് കിടക്കുകയാണ് അങ്ങനെ. അപ്പൊ അത് വലിയ ചതിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ബ്യൂട്ടി പാർലറിലും പോകുന്ന സമയത്തുള്ള കോലവും തിരിച്ച് പുറത്തേക്ക് വരുന്നുള്ള കോലവും എത്ര വ്യത്യാസം.
എന്ന നല്ല രീതിയിൽ നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കല്യാണത്തിന്റെ തലേ ദിവസമൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് മഹാവിടക്കാക്കി പന്തലിൽ ഇറക്കുന്ന കുറെ മേക്കപ്പ് അടിച്ചൊരുക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിനൊന്നും ആവശ്യമില്ലടോ. അത്യാവശ്യം ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. വെറുതെ ആരെ കാണിക്കാൻ, എന്തിന് കാണിക്കാൻ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഈ രീതിയിലൊക്കെ നടക്കുമ്പോഴാണ് എങ്കിൽ അത് നിങ്ങൾ അങ്ങനെ നടന്നോളൂ. മറ്റൊരാളെ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സത്യമായിട്ടായിരിക്കണം നിങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ വിവാഹത്തിന് ശേഷം എത്ര നഷ്ടപരിഹാരം കൊടുത്താൽ ആ കുട്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോടതിയിൽ എത്ര കേസ് നടക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം അവൾ എന്നെ ചതിച്ചു, അവളുടെ യഥാർത്ഥ രൂപ അല്ല എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ വീട്ടിലേക്ക് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് എല്ലാവരും കൂടി നിന്നിട്ട് ഞാൻ കണ്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ 1-2 പ്രാവശ്യം എന്നോട് സംസാരിക്കാൻ വന്നപ്പോഴും ആ കോലം തന്നെ ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഒന്ന് നല്ലപോലെ നേരം വെളുത്ത് പല്ല് വെച്ചിട്ട് മുഖം കഴുകിയപ്പോ എനിക്ക് പറ്റണില്ല, എന്നെ ചതിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലേ മക്കളെ? ആ വാല്യൂ നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ കച്ചറ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമ്മളെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചിട്ട് എന്തിനാണ് ഒരാളെ ലൈഫിലേക്ക് പോകുന്നത്? നിങ്ങൾ മഹത്തരമായവരാണ്, മഹത്വമുള്ളവരാണ്. ലോകത്തിന് ഒരുപാട് അനിവാര്യമാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നവരെ. കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, നാടിന്റെ ഐശ്വര്യമാണ്. എവിടെയും നിങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിലവാരം വിട്ടുകൊണ്ട് മേക്കപ്പ് ചെയ്തിട്ടും മറ്റുള്ള രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചിട്ടും മറ്റുള്ളവരുമായിട്ട് ഒരു മോശം ചിന്താഗതികൾ അല്ലെങ്കിൽ അവർക്കൊരു മോശമായിട്ടുള്ള ഒരു താല്പര്യം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ യഥാർത്ഥ രൂപവും കോലൊക്കെ കണ്ടിട്ട് നിങ്ങളെ വെറുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോവരുത്. അത് നിങ്ങൾക്ക് പിന്നീട് വലിയ നഷ്ടമാണ്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ റിമാർക്കാണ്. അത് നമ്മുടെ നാടിന്റെ കെടുപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ അത് മോശമാണെന്നല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പരിപൂർണമായിട്ട് നിങ്ങളുടെ നാച്ചുറൽ പ്രകൃതിയിലുള്ള ആ ബ്യൂട്ടി അവർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെടട്ടെ. അതല്ല ഹീറോയിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരിക്കലും ചതിയിൽ പെടാതിരിക്കാൻ, നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ പന്ത് തട്ടി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിൽ അകറ്റിയിട്ട് ഒരു വെറുപ്പുള്ള ഒരു വസ്തുവിനോട് സംസാരിക്കുന്ന പോലെ തൊടുന്നത് പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളെ പറയുന്നത്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും അറിയിക്കുക. പാവം മക്കൾ, ഒരുപാട് മക്കൾ ഈ മേക്കപ്പിന്റെ മേലെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഒരു വരുമാനമില്ലാത്ത വാപ്പാനൊക്കെ ഇടങ്ങറാക്കിയിട്ട് എത്ര വാങ്ങി കൂട്ടിയിട്ട് ഓരോരുത്തരുടെ റൂമിൽ പോയാൽ ബാഗിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നും, വല്ലാത്ത സങ്കടം തോന്നും. എന്താണെങ്കിലും പറഞ്ഞതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം നിങ്ങളെ മോശമാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നടന്നോളൂ. പക്ഷെ മറ്റൊരാളെ ലൈഫിലേക്ക് പോകുമ്പോൾ ആ വേഷം കെട്ട് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. അത് ആണിന്റെ കാര്യമാണെങ്കിലും പെണ്ണിന്റെ കാര്യമാണെങ്കിലും സത്യമായിട്ട് മുന്നിൽ നിന്ന് ഉറച്ച മനസ്സോടുകൂടി ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവിടേക്ക് ആ സത്യമേ വിജയിക്കുകയുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടു കൂടി